വായികളെ തുറന്ന് പ്രവർത്തിക്കുന്നവൻ തട്ടി അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്താം. അല്പസമയം നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് അടച്ച് ആ കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ചു തുടങ്ങാം. सब लोग अपने आंखों को बंद कीजिएगा. जोरदार तालियों के साथ अन्य भाषाओं में हम परमेश्वर की स्तुति करें. हम आत्मा में परमेश्वर की स्तुति करें. എല്ലാവരും കണ്ണുകളെ അടച്ച കരങ്ങൾ നന്നായി ഒന്ന് തട്ടി. ഈ വർഷത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം. ഓ യാ 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 അല്പസമയം നമുക്കൊന്ന് ഒഴുകാം പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി കാലം ഒരു വലിയ ഒഴുക്ക്. ഹല്ലേലൂയ. A mighty flow of the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഴമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ നടക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുക്കട്ടെ. ഇന്ന് രാത്രി കാലം ചിലരൊക്കെ പരിശുദ്ധാത്മാവിന്റെ പിടിയിലേക്കൊന്ന് വരുവാൻ. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പിടിയിലേക്ക് വന്നു. ഇന്ന് രാത്രി കാലവും അങ്ങനെ ചിലത് സംഭവിക്കട്ടെ. അതെ, ഇതൊരു വാച്ച് നൈറ്റ് സർവീസ് ആണ്, ഇതൊരു ക്രോസ് ഓവർ സർവീസ് ആണ്. പക്ഷേ ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു സർവീസ് ആണ്. This is a Holy Ghost. ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ മധ്യത്തിലേക്ക് ഒഴുകുകയാണ്. സകലത്തെയും പുതുക്കുന്ന, സകലത്തെയും നവീകരിക്കുന്ന, സകലത്തെയും നൂതനമാക്കുന്ന, സകലത്തെയും ഉണർത്തുന്ന ദൈവത്തിന്റെ ഉണർവിന്റെ ഒരു ജ്വാല ഇന്ന് രാത്രികാലം കത്തുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉറവകളൊക്കെ അങ്ങോട്ട് പൊട്ടട്ടെ. ഓ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ ആത്മാവിൽ ഒന്ന് പറയാം. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നാം ചോദിച്ചതിനും നാം നനച്ചതിനും നാം ചിന്തിക്കുന്നതിനും അതീതമായി നമ്മെ തന്റെ ചിറകുകളിൽ കയറ്റി ടേക്ക് ഓഫ് ചെയ്യുവാൻ അവളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ക്രിയ ചെയ്യുകയാണ്. ഫോർ എ ഡിവൈൻ ടേക്ക് ഓഫ്. 2025 നിന്ന് നമ്മുടെ സ്പീഡ് കുറഞ്ഞു പോകുകയല്ല. ലൈറ്റനിങ് സ്പീഡിൽ നിന്ന് നമ്മെ മിന്നൽ സ്പീഡിൽ, ഇൻ ദ ലൈറ്റനിങ് സ്പീഡ്, ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ദി ഐ നമുക്ക് ഏറ്റെടുക്കാം, പിടിക്കാം. മന്ദമായി ആ തലങ്ങളൊക്കെ മാറി ദൈവത്തിന്റെ പെട്ടെന്നുള്ള പ്രവർത്തികൾക്കായി. What a great God, what a faithful God. Hallelujah. എല്ലാവരും കരങ്ങളെ അടിക്കും. सब बच्चे लोग अपने हाथों को जोरदार तालियों के साथ, oh clap your hands, all you people. എല്ലാവരും ദൈവത്തെ കരങ്ങൾ അടിച്ച് സങ്കീർത്തനക്കാരൻ പറയുക, അവൻ യോഗ്യനല്ലോ. He is worthy, he is worthy. Amen, 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 amen. ദൈവം എത്ര നല്ലവനായിരിക്കുന്നല്ലേ. God is so good. അങ്ങനെ അനുഭവമുള്ളവർ 2025 ദൈവം നല്ലവനാണ് എന്ന് സാക്ഷ്യമുള്ളവരൊക്കെ ഒന്ന് കാര്യങ്ങൾ ഉയർത്തണമേ. If God has been good, hallelujah. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ 126-ാമത്തെ സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. Hallelujah. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് 16-ാമത്തെ വാർഷികമായിരുന്നപ്പോൾ ആ സമയമൊക്കെ 16 നീണ്ട വർഷങ്ങൾ ഇതൊരു വിത്ത് എങ്ങനെ ഒരു വലിയ വൃക്ഷമായി തീർന്നു എന്ന് പറയുന്ന പോലെ നീണ്ട വർഷങ്ങൾ പല ഫേസിലൂടെ ഒക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പാസ്റ്റർ വിലയിരുത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടതും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെങ്ങന്നൂരിൽ മാത്രമല്ല ആ ഭാരതത്തിലും ആഗോളമായി ദൈവം ഈ ദൈവസഭയിലൂടെ ചെയ്തെടുത്തിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് പാസ്റ്റർ കഴിഞ്ഞ മാസം സിലിഗുരി പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വായിൽ ദൈവം ഒരു ഹിന്ദിയിൽ ജോ ബിഖർ ഗയാ था, जो बिगड़ गया था, जो कुरूप था, जो विरूप था, जो बिखर गया था, जो बिगड़ गया था, परमेश्वर अपनी आत्मा के द्वारा उसे समेट रहे हैं. हालेलुया.
കഴിഞ്ഞ നീണ്ട 12 വർഷങ്ങൾ സിലിഗുരിയിൽ, വെസ്റ്റ് ബംഗാളിലും അസാമിലും ഒക്കെ പോകുന്നതാണ് പാസ്റ്റർ. അധ്വാനിക്ക് അവിടെ അധ്വാനിയാണ്. നിങ്ങളുടെ പാസ്റ്ററിനെ കണ്ടാൽ മടിയനാണെന്ന് തോന്നുമോ നിങ്ങൾക്ക്? ഇല്ല. You see your pastor as a hard-working farmer. Hallelujah. Praise be to God. Amen. ആയിരങ്ങളും പതിനായിരങ്ങളാണ് പാസ്റ്ററിന്റെ ദർശനം. അതുകൊണ്ടാണ് too fast, too speed. ആ സ്പീഡിനോടുകൂടെ നിങ്ങൾ ചേർന്ന് ഒഴുകണം. അപ്പോൾ മിന്നൽ സ്പീഡിൽ ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് വലിയ ചെയ്ത് നമുക്ക് ആ നാട്ടിലേക്ക് പ്രവേശിക്കാം. ആമേൻ. അപ്പോൾ 126-ാം സങ്കീർത്തനം ഞാനത് വീണ്ടും ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തെടുത്തിരിക്കുന്ന വലിയ ഒരു കാര്യമാണ്, ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത്. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് പിടിയിട്ടില്ലെങ്കിലും ഒത്തിരി നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആ വാക്ക് നിങ്ങളൊന്ന് കയറി പിടിച്ച് അതൊന്ന് വിശ്വസിച്ച് അത് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായി ബ്ലെസ്ഡ് ആയി പോകും. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ അളന്നും നിങ്ങൾ നോക്കണം, ദൈവത്തിനോട് ചേർന്ന് വരുന്ന ഒരു സത്യമാണോ നോക്കണം, അല്ലേ? ബീറിയിലുള്ള വിശ്വാസികൾ ചെയ്ത പോലെ അത് പരിശോധിച്ച് നോക്കണം. ഇത് പൗലോസ് പ്രസംഗിച്ചപ്പോഴും ആ ദൈവസഭയിലെ ദൈവമക്കളൊക്കെ എന്ത് ചെയ്തു? വളരെ സൂക്ഷ്മമായി അവർ ദൈവവചനം പരിശോധിച്ചു. അങ്ങനെ തന്നെയാണോ തിരുവെഴുത്തുകൾ? അത് നമ്മൾ ചെയ്യണം. പക്ഷെ അത് വിശ്വാസയോഗ്യമാണെങ്കിൽ നിങ്ങളും അതൊന്ന് പിടിച്ചെടുത്താൽ, അതൊന്ന് പറഞ്ഞാൽ, ഒത്തിരി നിങ്ങൾ മനസ്സിലായില്ല, പക്ഷേ ദാറ്റ്സ് ദ എക്സ്പ്ലോസീവ് പവർ ഓഫ് കൺഫെഷൻ. ഏറ്റുപറഞ്ഞതിന്റെ അത്ഭുത വിസ്ഫോടനമായ ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ അനേക ജീവിതങ്ങളിൽ ഈ സാക്ഷ്യം നിറവേറുന്നതായി, സഭകളിൽ മാത്രമല്ല ജീവിതങ്ങളിൽ തന്നെ അത് നിറവേറുന്നതായി ഞാൻ കാണുന്നു. മലയാളത്തിൽ വായിക്കാം. Psalm 126 verse 1-3. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. When the Lord brought back the captive ones in Zion, we were like those who dream. Then our mouth was filled with laughter and our tongue with joyful shouting. Then they said among the nations, the Lord has done great things for them. മൂന്നാമത്തെ വാക്യം, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. The Lord has done great things for us. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2025 കഴിഞ്ഞു പോകുമ്പോൾ 25 സാക്ഷ്യമാണ്, സ്തോത്രം, പാസ്റ്ററിന്റെ സാക്ഷ്യമാണ്, ഈ ദൈവസഭയുടെ സാക്ഷ്യം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്തിരിക്കുന്നത്. The Lord has done great things and therefore we are glad. അതുകൊണ്ട് നമ്മുടെ വായിൽ ശരിയും നമ്മുടെ നാവിൽ അങ്ങനെ അനുഭവമുള്ളവർ, അങ്ങനെ ഒന്ന് ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് വീശി. ഹല്ലേലൂയ. നമ്മളെല്ലാം ചലിക്കുന്ന പ്രാണികളാണ്, അതുകൊണ്ട് നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കാം. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്. 25 സാക്ഷ്യമാണ്, സ്തോത്രം, പാസ്റ്ററിന്റെ സാക്ഷ്യമാണ്, ഈ ദൈവസഭയുടെ സാക്ഷ്യം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു എന്നല്ല, ചെയ്തിരിക്കുന്നത്. The Lord has done great things and therefore we are glad. അതുകൊണ്ട് നമ്മുടെ വായിൽ ശരിയും നമ്മുടെ നാവിൽ അങ്ങനെ അനുഭവമുള്ളവർ, അങ്ങനെ ഒന്ന് ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് വീശി. ഹല്ലേലൂയ. നമ്മളെല്ലാം ചലിക്കുന്ന പ്രാണികളാണ്, അതുകൊണ്ട് നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കാം. ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്. 11:40 ചില മിനിറ്റുകൾ ശേഷിക്കുന്നു. 2025 നിന്ന് 26 പ്രവേശിക്കുവാനായി ചില മിനിറ്റുകൾ മാത്രം. ദൈവം നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ തയ്യാറാക്കുന്നു. ആമേൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉത്തരവാദിത്തബോധത്തോടും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്. താങ്ക് യു. ആഖരൊക്കെ അടിച്ച് താങ്ക് യു. ഹല്ലേലൂയ. Blessed Happy New Year 2026. അല്പസമയം അന്യഭാഷകളിൽ we welcome the new year with a blast, with a trumpet, കാഹളധ്വനിയോടും ഉച്ചധ്വനികളോടും with a blast. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, 2026 അത്ഭുതങ്ങളുടെ ഒരു വർഷമായി, ദൈവ പ്രവർത്തികളുടെ ഒരു വർഷമായി. നിങ്ങൾ അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കുകയല്ല, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരായി, വാഴ്ച നടത്തുന്നവരായി, എവിടൊക്കെ പിശാചുമാണോ അവന്റെ തലയെ കട്ട് ചെയ്യുന്നവരായി, അവന്റെ ഡൊമിനിയനെ തകർക്കുന്നവരായി, പൈശാചിക മൃഗങ്ങളെ, അവരുടെ ശക്തികളെ. ജീസസ്, താങ്ക് യു ഗോഡ്. താങ്ക് യു. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിക്കാം. We want to thank you, Jesus. എല്ലാവരും അല്പസമയം യേശുവിന്റെ ഊരിൽ സകല നാമത്തെക്കാൾ മേലായ നാമം സ്വർലോകത്തിലും അധോലോകത്തിലും ഭൂലോകത്തിലും ഒരേപോലെ മാനിക്കപ്പെടുന്ന യേശുവിന്റെ
For thine is the kingdom, thine is the power, and thine is the glory. അല്പസമയം നമുക്ക് അത് ഉരുവിടാം. Thine is the kingdom, for thine is the power, for thine is the glory. രാജ്യം നിന്റേത്, ശക്തി നിന്റേത്, മഹത്വം നിന്റേത്. ആ കരങ്ങളെയൊക്കെ ഒന്ന് വീശി എല്ലാവരും ഹല്ലേലൂയ ഒരു സൈന്യം ഉരുവിടുന്ന പോലെ നമുക്ക് വീണ്ടും പറയാം, രാജ്യം അങ്ങയുടെ, ശക്തി അങ്ങയുടെ, മഹത്വം അങ്ങയുടെ. Jesus, Jesus, we want to thank you. We want to thank you, കർത്താവേ. 2025 കടക്കുവാൻ കഴിയാതെ അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ ഹല്ലേലൂയ 26ലേക്ക് കർത്താവേ ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ ദയ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപ, അങ്ങയുടെ അഭിഷേകം ഞങ്ങളെ ഈ പുതിയ വർഷത്തിൽ പ്രവേശിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ മക്കളെ കുറിച്ച്, ദൈവസഭയെ കുറിച്ചുള്ള അങ്ങയുടെ പ്ലാനുകൾ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം അത് നിവൃത്തിയാകട്ടെ. അതിനുവേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. കരം അടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ഇന്നും ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം ഇവിടെ പാടി, നാം ഇവിടെ ആരാധിച്ചു. ഈ സ്ഥലം ചാർജായി. ഞാൻ ആത്മാവിൽ കാണുന്നു, എൻ്റെ ആത്മകണ്ണുകൾ തുറന്നു. ഞാൻ കാണുന്നത് സ്വർഗം ഇങ്ങനെ ഭയങ്കര ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു ദർശനം ഞാൻ കാണുന്നത്. ഒരു പ്രൊഫറ്റിക് ഈ ആരാധനയുടെ ശുശ്രൂഷ നടക്കുമ്പോൾ പെട്ടെന്ന് സ്തോത്രം നമ്മുടെ ഇവിടുത്തെ ഒരു ചുറ്റുപാടുകൾ പെട്ടെന്ന് ആത്മകണ്ണുകൾ അങ്ങ് തുറക്കുകയാണ്. പെട്ടെന്ന് ഒരു സമയത്ത് ഞാൻ ഇവിടെ ഉള്ള കാര്യങ്ങൾ കാണുന്നു. പക്ഷെ അടുത്ത റലത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന, നമ്മോടുള്ള ബന്ധത്തിൽ ആത്മതലങ്ങളിൽ നടക്കുന്ന, ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ആ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെയും ആ റലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ റലം, ആത്മതലങ്ങൾ. There are realms in the Holy Ghost. അഖരം ഒന്ന് വീശി നമുക്ക് പറയാം, there are realms in the Holy Ghost. Hallelujah. പരിശുദ്ധാത്മാവിൽ തലങ്ങളുണ്ട്. There are realms in the Holy Ghost. Hallelujah. ആ തലങ്ങളിലേക്കൊക്കെ നമ്മളെ കയറ്റിക്കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ത്യനാളുകളിലുള്ള ദൈവപ്രവർത്തികളിലൊക്കെ നമ്മൾ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൂടെ ഒഴുകണം. നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. 15-ാം നൂറ്റാണ്ടിൽ ദൈവം മാർട്ടിൻ ലൂഥറിനെ പുറത്തെടുത്തു. പക്ഷെ ഇന്ന് മാർട്ടിൻ ലൂഥർ സ്ഥാപിച്ച സഭകളിൽ പോയി കഴിഞ്ഞാൽ മിക്കതും അവിടെ വചനമുണ്ട്, ഉപദേശമുണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തില്ല, ജീവനും ചലനവുമില്ല. അത് നാമധേയ സഭകളായി. മാർട്ടിൻ ലൂഥറിന്റെ സമയത്ത് കത്തി നിൽക്കുന്ന ലൂഥറിന്റെ പ്രസംഗം കേട്ട് ആയിരങ്ങൾ, 10,000 മാനസാന്തരത്തിലെ ചലനമായിരുന്നു. പക്ഷെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില സ്തോത്രം സീസണുകൾ കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുത്തൊരു തലം വെളിപ്പെട്ടപ്പോൾ അവർ സ്തോത്രം സൈഡ് ലൈനായി പോയി. എൻ്റെ കാരണം ദൈവം അവരെ സൈഡ് ലൈൻ ആക്കിയതല്ല, അവരങ്ങ് സ്റ്റക്കായി പോയി. അവരുടെ പരിചയങ്ങളിൽ അവരങ്ങ് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പരിശുദ്ധാത്മാവിനോട് കൂടെ നമുക്കൊന്ന് ചലിക്കാം. ആമേൻ. അപ്പോൾ സ്തോത്രം ഞാൻ ആത്മതലത്തിൽ കാണുകയെ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ദർശനങ്ങൾ ദൈവം കൊടുക്കുകയാണ്. സ്തോത്രം എല്ലാം പറയാൻ സമയമില്ല. പക്ഷെ ഞാൻ കാണുന്നു പെട്ടെന്ന് അന്തരീക്ഷം തുറക്കുന്നു. ഹെവൻസ് ക്ലിയർ ആകുന്നു. അന്ധകാരത്തിന്റെ ഒരു കാര്യം മാറുന്നു. ഒരു വലിയ പോർട്ടൽ തുറക്കുന്നു. അവിടെ നിന്ന് സ്തോത്രം ഭയങ്കരമായി അതിശക്തമായ ആത്മാവിന്റെ ഒരു ഫ്ലഡ് ഗേറ്റ് തുറക്കുമ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മഴ പെയ്തു. മുകളിൽ നിന്നും ഭൂമിയുടെ ഗർത്തങ്ങളിൽ നിന്നും. പാസ്റ്റർ പറയുന്നത് നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. We are not just waiting for revival, we create a revival. നമ്മൾ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. എപ്പോഴെങ്കിലും ഒന്ന് മഴ പെയ്യട്ടെ, എപ്പോഴെങ്കിലും ഒന്ന് പരിശുദ്ധാത്മാവ്. No. അതൊരു അങ്ങനെ ഒരു വെളിപ്പാടായിരുന്നു. We are not just waiting for a move of God, we can create the moves of God. ആ തലത്തിലേക്ക് വെളിപ്പാടുകൾ പോയി. ആമേൻ. 2026 ദൈവരാജ്യത്തിന്റെ വാഴ്ചയുടെ ഒരു വർഷമാണ്. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞ വാഴ്ചയുടെ ഒരു വർഷമാണ്. ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ വാഴണം, നിങ്ങൾ വാലായി ഒതുങ്ങി പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു രോഗം വന്ന് നിങ്ങളെ ഒതുക്കിക്കളയാം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്ന് നിങ്ങളെ സൈഡ് ലൈൻ ആക്കി കളയാം, ഒതുക്കിക്കളയാം. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വിഷയമായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമാടിയും ഒതുക്കിക്കളയാം. ദേശത്ത് സ്തോത്രം മഹാമാരികൾ കൊണ്ടുവന്ന്, പീഡനങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഒതുക്കിക്കളയാം. നമ്മുടെ മക്കൾ സ്തോത്രം വഴി തെറ്റിപ്പോയി ദൈവത്തിന്റെ പാതകളിൽ നിന്നൊക്കെ ഒതുങ്ങിപ്പോകാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് ദൂത് പറയുന്നു. 2025 നിന്ന് 26 കടക്കുന്നു. നിങ്ങളോട് പോകുന്നു. ഒരു രാജാവിനെ പോലെ യജമാനത്വം എടുക്കുവാൻ, കർത്തൃത്വം എടുക്കുവാൻ എനിക്ക് ചിലരെ വേണം. ഹല്ലേലൂയ. അത് ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. വ്യക്തിപരമായ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ. ഹല്ലേലൂയ. Praise God. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക്. ദാനിയേൽ ബാബിലോണിയൻ അടിമത്തത്തിലാണ്, ബാബിലോണിലാണ്. ചുറ്റും വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ദൈവത്തെ സ്നേഹിക്കാത്ത രാജാവാണ് നെബൂഖദ്നേസർ രാജാവ്. അങ്ങനെ ഒരു രാജ്യത്തിലാണ്. അതിന്റെ മധ്യത്തിലും സ്തോത്രം തൻ്റെ ഹൃദയവും തൻ്റെ വിശ്വാസവും കാത്തു സൂക്ഷിച്ച ഈ യൗവനക്കാരൻ്റെ ഒരു ടീമും
ശദ്രക്, മേശക്, അബേദ്നെഗോ, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ഒരു പൈശാചിക രാജ്യത്തിലാണ്, താൻ അടിമകളാണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ കാണുകയും അത് പ്രാപിക്കുകയും പ്രവാചക ശബ്ദം തൻ്റെ ജനത്തിനു വേണ്ടി വരുവാനുള്ള കാലങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രവചന ദൂതുകൾ അന്ത്യനാളുകളിൽ ദൈവം ചെയ്യുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ വിളിച്ചു പറയുന്ന ഒരു ദൂതാണ്. ഹല്ലേലൂയ, ആമേൻ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, പെട്ടെന്ന് നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. സ്തോത്രം. താൻ ദർശനങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെയും 2025 ദർശനങ്ങൾ, ആദ്യമായി ദർശനങ്ങൾ കണ്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒത്തിരി പേരുണ്ട്. സ്വപ്നം നിങ്ങളെ ദൈവം ആക്ടിവേറ്റ് ചെയ്തു. നിങ്ങൾ സ്വപ്നങ്ങൾ കാണാത്തവരായിരുന്നു, പക്ഷെ സ്വപ്നങ്ങൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു, ദൈവശബ്ദം കേൾക്കുന്നു. 2026 അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ. അക്കരെ ഒന്ന് ഉയർത്തി അതങ്ങ് ഏറ്റെടുക്കാം. സ്വത്രം. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ അങ്ങനെയുള്ള തലമുണ്ട്. പഴയ നിയമത്തിൽ ഡാനിയലിനോട്, അതും ഒരു ഫുൾ ടൈം ദൈവലയ ശുശ്രൂഷനല്ല, ഒരു ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റ് അല്ല, ഫുൾ ടൈം പാസ്റ്റർ അല്ല, താൻ വളരെ തിരക്കേറിയ ബാബിലോൺ കോർട്ടിൽ ഉന്നതമായ ഒരു ഒഫീഷ്യലാണ്. കർത്താവ് ഡാനിയലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഡാനിയൽ ദ പ്രോഫറ്റ്, പ്രവാചകനായ ഡാനിയലിലൂടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നിവൃത്തിയാകുന്ന യേശു ഡാനിയലിനെ എങ്ങനെയാ കണ്ടത്? ബാബിലോണിയൻ കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മേധാവിയെ പോലെ, അധികാരിയെ പോലെയല്ല. അതുകൊണ്ട് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവർക്ക് മാത്രമാണോ പ്രവചനവും പ്രവചനാത്മാവും അനുഭവം? ഈ ദിവസങ്ങളിൽ let there be an explosion of the supernatural visions and dimensions in the realms of God. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ എല്ലാം ദൈവരാജ്യത്തെ കൊണ്ടുവരാൻ, ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. ദാനിയേൽ സ്വപ്നം കണ്ടു. അതെ, ഇന്ന് രാത്രികാലം കർത്താവിന്റെ നാമത്തിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും വർദ്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ചലനം എവിടെ നടക്കുന്നു അവിടെ സ്വപ്നങ്ങളുണ്ട്. അവിടെ മനുഷ്യന്റെ ബുദ്ധിയിലല്ല, മനുഷ്യന്റെ ആ ചിന്താഗതിയിലല്ല, ബുദ്ധിയുടെ തലത്തിലല്ല, യുക്തിയുടെ തലത്തിലല്ല, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല. അവിടെ ദൈവത്തിന് നമ്മുടെ ബുദ്ധിയുടെ സ്ട്രാറ്റജി അല്ല, നമ്മുടെ യുക്തിയുടെ സ്ട്രാറ്റജി അല്ല, നമ്മുടെ ലോജിക്കിന്റെ ആ ഘനമല്ല. But it's by the Holy Spirit, and that's the realm of dreams and visions and the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി, ദൈവത്തിന്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും പ്രാപിക്കുന്നവർക്കായി അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയട്ടെ, ഞാൻ ദൈവത്തിൽ നിന്നൊരു സ്വപ്നം, ഞാനൊരു ദർശനം കണ്ടു, കാഴ്ചകൾ കണ്ടു. വായിക്കാം. യെസ്. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ സ്വപ്നമുണ്ടായി, അടുത്ത ദർശനമുണ്ടായി. യെസ്. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. യെസ്. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വരുന്നു. 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സ്വപ്നവും ഒരു രാത്രിയിലുള്ള ദർശനവും താൻ കാണുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ചലന ഉണർവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? These are realms that open up. ദൈവം മുൻകൂട്ടി കാണിക്കുകയാണ് what's going to happen. തന്റെ ജനം അനുമതത്തിലാണ്, തങ്ങൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വാഗ്ദത്തങ്ങളും ഉണ്ട്. പക്ഷേ സ്തോത്രം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഡാനിയലിനോട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഉപവാസത്തിലും പ്രാർത്ഥനയിലും, കർത്താവേ എങ്ങനെയെങ്കിലും എന്റെ അടിമത്തം മാറണേ, എനിക്കൊരു വിസ കിട്ടണേ, എനിക്കൊരു ജോലിയിൽ ഒരു ഉയർച്ച കിട്ടണേ, എന്നെ അങ്ങ് ഉയർത്തി മാനിക്കണം. ഡാനിയലിന്റെ പ്രാർത്ഥനകൾ തന്നെ ചുറ്റിപ്പറ്റിയല്ല. ഇന്ന് 2025 നിന്ന് 2026 കയറുമ്പോൾ നിങ്ങൾ ഒരു ഡിവൈൻ ടേക്ക് ഓഫ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ലൈറ്റ്നിങ് സ്പീഡ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞുതരാം. ആ രഹസ്യം ഇതാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആ മിന്നൽ സ്പീഡിലേക്ക്, ആ ഫ്ലൈറ്റിലേക്ക് 2025 നിന്ന് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത്? ഞാൻ ഒരു സാധാരണ പ്ലെയിൻ അല്ല, LFC ഒരു സാധാരണ പ്ലെയിൻ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ കാണുന്നത് ജെറ്റ് സ്പീഡിൽ, സൂപ്പർ സോണിക് ജെറ്റ് ഒക്കെ പോകുമ്പോൾ നമ്മൾ പ്ലെയിൻ പോലെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സൂപ്പർ സോണിക് ജെറ്റ് പോലെ പറക്കുവാൻ, ആ ലൈറ്റ്നിങ് സ്പീഡിലേക്ക് ദൈവം വേഗത കൂട്ടുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി ഒരു ഒരുക്കം വേണം, അതിനുവേണ്ടി ഒരു സമർപ്പണം വേണം, അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണം. വെറുതെ അതിനകത്ത് കയറിയിരുന്നാൽ നമുക്ക് വിഷയമാകും, പ്രശ്നമാകും, നമ്മൾ ഛർദ്ദിക്കും. നമ്മൾ മുൻകരുതലില്ലാതെ അതിനകത്ത് കയറിയിരുന്ന എന്ത് പറ്റും? ജെറ്റിൽ കയറി അവിടെ കൊളാപ്സായി വീണു, അല്ലേ? അത് സംഭവിക്കരുത്. അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാം ഒരുക്കിയെടുക്കുന്നത്. ഒരു രഹസ്യം പറയാം, നിങ്ങൾ ദൈവത്തെയും ദൈവരാജ്യത്തെയും, സ്വത്രം, നമ്മുടെ വിഷയങ്ങൾ കാണും, നമ്മുടെ രോഗം കാണും, അല്ലെ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ കാണും, നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ കാണും, ജോലി ഉയർച്ചയായിരിക്കാം, വ്യക്തിപരമായ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒത്തിരി വിഷയങ്ങൾ. പക്ഷേ
80% സാധാരണ വിശ്വാസികൾ എന്താ ചെയ്യുന്നത്? 80% അവരുടെ വിഷയങ്ങളെ പരിഹരിച്ച് അതിനോട് മല്ലിട്ട് അവരുടെ സമയം ചെലവഴിക്കുകയാണ്. 20% ഉള്ളൂ ദൈവത്തിനും ദൈവരാജ്യത്തിനും ഒക്കെ. ദൈവത്തിന് ഒരു ദൂതായി നിങ്ങളോട് പറയുക, ഇഫ് യു വിൽ റിവേഴ്സ് ദി ഓർഡർ, നിങ്ങളുടെ 80% സമയം, 80% പണം, 80% നിങ്ങൾ ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി കൊടുക്കുവാൻ നിങ്ങളൊന്ന് നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ നിങ്ങളെ പിക്കപ്പ് ചെയ്യും. ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിച്ചാൽ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉയരും, നിങ്ങൾ വളരും, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും, നിങ്ങളുടെ തല മാനം കൊണ്ട് ഉയരും. ലോകമാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, കാര്യങ്ങളുടെ പുറകിൽ ഓടുന്നത്. എന്റെ വിഷയം നടക്കണം, എന്റെ പ്രശ്നം മാറണം, എന്റെ സ്തോത്രം, എന്റെ ദാറ്റ്സ് ദ ഡെവിളിഷ് ട്രാപ്പ്. നിങ്ങൾ ഒരിക്കലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാതെ ഇരിക്കുവാൻ നിങ്ങളെ സ്തോത്രം ഒരു കുരുക്ക് കഴിയുമ്പോൾ അടുത്ത കുരുക്ക്. ഒരു വിഷയം ടുഡേ ഇസ് എ സീക്രട്ട്. ലൈറ്റ്നിങ് സ്പീഡിൽ 2026 പറക്കണമോ? നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിന് വിപരീതമായി നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന 100 സ്റ്റെപ്പുകൾ വരും, 100 ശബ്ദങ്ങൾ വരും. മനസ്സിലാക്കിയോ? നിങ്ങളുടെ ഉയർച്ചയുടെ സമയം വന്നു കഴിഞ്ഞു, നിങ്ങളുടെ ജയത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമായി. അതുകൊണ്ട് പിശാച് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ നിങ്ങളൊന്ന് എഴുന്നേറ്റാൽ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, 2026 സഭായോഗത്തിൽ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ തീരുമാനിക്കാം, 15 അരമണിക്കൂർ മുമ്പേ വരും. ഇവിടെ ചെയ്യുവാനുള്ള കാര്യങ്ങളിൽ ഞാനും ഒരു കൈ കൊടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി. നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ രാത്രിത്തെ യോഗത്തിന് കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നമ്മളങ്ങ് ജോലി ചെയ്ത് കർത്താവേ ഇന്ന് കൂട്ടായ്മയുടെ ദിവസം എല്ലാം കട്ട് ചെയ്യുന്നു, ഞാൻ കൂട്ടായ്മയ്ക്ക് പോകും, ഞാൻ യോഗത്തിന് വരും, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും. അതിലും നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ഉയരും. ദൈവിക വാഴ്ചയുടെ തലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവരും. പെട്ടെന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ കാറ്റടിക്കുകയാണ്, സമുദ്രത്തിൽ നിന്ന് 4 മൃഗങ്ങൾ വരികയാണ്. എല്ലാം വിവരിക്കാൻ സമയമില്ല. 4ാമത്തെ വാക്യം. യെസ്. ഒന്നാമത്തേത് സിംഹത്തോട്. സ്തോത്രം. ഒരു മൃഗം എഴുന്നേറ്റ് വരിക, സിംഹത്തോടെ. രണ്ടാമത്തേത് കരടിയോട് സദൃശമായ. ഒരു സിംഹം പോലെ ഒന്ന് വന്നു, രണ്ടാമത് കരടി പോലെ ഒരു മൃഗം വന്നു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ. പുള്ളിപ്പുലിക്ക് സമാനം. 7ാമത്തെ വാക്യം. യെസ്. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും. ഘോരവും. ആദ്യത്തെ എന്താണ്? എല്ലാവരും പറഞ്ഞ സിംഹത്തോട് സദൃശ്യം. ഇത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമല്ല, ഇതൊരു പൈശാചിക സിംഹം. ഒരു രാജാവിനെയും രാജ്യത്തെയും ഡൊമിനിയനെയും കാണിക്കുന്ന ഒരു സിംഹം. 2ാമത് കരടി, 3ാമത് പുള്ളിപ്പുലി. 7ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4ാമത്തെ മൃഗത്തിന്റെ പ്രത്യേകത. യെസ്. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. ഞാൻ 4ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായി. ഇരുമ്പ് പല്ല്. നോക്കിയേ, സ്വപ്നത്തിൽ ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തുക. Prophetic visions of God. എത്ര പേരങ്ങനെ ആഗ്രഹിക്കുന്ന കർത്താവേ, അന്ത്യനാളുകളിൽ ഈ ആത്മമഴ, ആത്മപകർച്ച, ആത്മപ്രവാഹം ഉണ്ടാകുമ്പോൾ, ആത്മാവിന്റെ തീ പകരപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വപ്നങ്ങളും ദർശനങ്ങളും ഭയങ്കരമായി. The realms of prophetic visions and dreams. ഇരുമ്പ് പല്ലുകളും. യെസ്. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇത് വ്യത്യാസമുള്ള 4ാമത്തെ മൃഗം ഭയങ്കര ഒരു മൃഗമാണ്. കണ്ടാൽ ഘോരമായിരിക്കുന്ന മൃഗം. യെസ്. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതിന് 1, 2 അല്ല 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. യെസ്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദർശനത്തിൽ ദർശകൻ നോക്കുകയാണ്, പ്രവാചകൻ നോക്കുകയാണ്, പ്രവാചക കണ്ണുകളോട് നോക്കുകയാണ്. ദർശനത്തിൽ കാണുന്നത് ഈ 10 കൊമ്പുണ്ട്. അതിന്റെ മധ്യത്തിൽ എന്ത് സംഭവിച്ചു? ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. വിവരിക്കുകയാണ്. ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തുക. അപ്പോൾ കൊമ്പുകൾ, മൃഗങ്ങൾ, വിസ്തൃതമായ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ കാണുകയാണ്. പക്ഷെ 9ാമത്തെ വാക്യത്തിൽ ഇതിന്റെ മധ്യത്തിൽ ദൈവം ചിലത് കാണിക്കുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ ന്യായാസനങ്ങളെ വെച്ച്. പ്രവാചകൻ കാണുകയാണ് 4 മൃഗങ്ങൾ, വ്യത്യസ്തമായ രൂപം, ഭാവമുള്ള മൃഗങ്ങൾ. വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഞാൻ കണ്ടു. എന്താ ഞാൻ കണ്ടത്? യെസ്. വയോധികനായ ഒരുത്തൻ ഇരുന്നു. ഈ ancient of days. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തു. പ്രവാചകൻ കാണുക. ആരെ കാണുക? യഹോവയായ ദൈവത്തെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, സകലത്തെയും അടക്കി വാഴുന്നവനായ ഈ വലിയവനായ ദൈവത്തെ പ്രവാചകന്റെ കണ്ണ് കാണുക. ഒരു സൈഡിൽ മൃഗങ്ങൾ, ഭയങ്കര ഭീകരമായ മൃഗങ്ങൾ, പൈശാചിക രൂപമുള്ള മൃഗങ്ങൾ, ആധിപത്യങ്ങളെ കാണുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ പ്രവാചകന്റെ കണ്ണ് സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുകയാണ്.
വയോധികനാണ്. He is the ancient of days. Yes. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ. Yes. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും. അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. അവന്റെ രഥചക്രങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മൾ നേരിടുന്ന വിഷയങ്ങൾക്ക് എന്തുമായിക്കോട്ടെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ കണ്ണുകൾ കാണേണ്ടവനെ കാണണം. We must see the ancient of days. ആ സിംഹാസനത്തെ നാം കാണണം, ദർശിക്കണം. ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തണമോ, ദൈവിക ഡൊമീനിയൻ നടത്തണമോ, ദൈവരാജ്യത്തെ വർധനവിലേക്ക് കൊണ്ടുവരണമോ, നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ അത് ഏതുമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, പരാജയമായിക്കോട്ടെ, ദുർഭൂതങ്ങളായിക്കോട്ടെ, പക്ഷെ അതിനെയൊക്കെ പിടിച്ചടക്കുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ഈ ഞായറാഴ്ച നിങ്ങൾ ഒരുങ്ങി വരണം. ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്, തുറന്നു കൊടുക്കുകയാണ്. ദൈവമേ, ഈ പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അധികാരം, ശക്തി, അഭിഷേകം, തീ. So come prepared. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു വരണം. And a touch of God, ദൈവത്തിന്റെ ഒരു ടച്ച്. നിങ്ങൾ ദൈവത്തിന്റെ ഒരു സാധാരണ വ്യക്തിയായി 2026 ദൈവത്തിന്റെ വാഴ്ച to make kingdom, to take kingdom dominion. ആ തലങ്ങളിലേക്കൊക്കെ ദൈവം നമ്മെ കൊണ്ടുവരേണ്ടതിന് ഒരു ഒരുക്കത്തോടെ നിങ്ങൾ വരണം. ഒരു ബഥേലിന്റെ അനുഭവം, സ്വർഗവും ഭൂമിയും കൂടെ കണക്ട് ചെയ്യുന്ന ദൂതന്മാർ കയറി ഇറങ്ങുന്ന ജഹാ പർ സ്വർഗ ഖുലാ ഹുവാ ഹൈ. ആമേൻ, ഹല്ലേലൂയ. യെസ്, വായിക്കാം. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഒരു അഗ്നി നദി. ദൈവം ഇരിക്കുന്ന സിംഹാസനം എന്താണ്? അഗ്നിയുടെ സിംഹാസനത്തിലാണ്. അഗ്നി ചക്രങ്ങളാണുള്ളത്. ആ സിംഹാസനത്തിൽ നിന്ന് ഒരു അഗ്നി നദി. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കണ്ട ചില ദർശനങ്ങളിൽ വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള ജനങ്ങളെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ റീച്ചിനെ ദൈവം വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദിയും സ്വന്തം സാധാരണ നദിയല്ല, അതൊരു തീ നദിയായി. ഓ, എനിക്കൊരു വിടുതൽ സംഭവിക്കണം, എന്റെ വിഷയം മാറണം, എന്റെ പ്രശ്നം മാറണം എന്ന് പറയുന്ന ആ നിലവാരത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു കൈയായി, ദൈവത്തിന്റെ ഒരു വാളായി. യെരമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, ഇവരെ ഞാൻ ഒരു വെൺമഴുവായി. You are my battle axe. നിന്നെ കൊണ്ട് ഞാൻ രാജ്യങ്ങളെ തകർക്കും. Come on, change gears. How long will you put up? എത്ര കാലം നിങ്ങൾ സഹതാപം കാണിക്കും? എത്ര കാലം വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുനിഞ്ഞിരിക്കും? 2026 വിചിത്രമായി, അത്ഭുതമായി, എത്ര വലിയ മൃഗങ്ങളാണെങ്കിലും, എത്ര പൈശാചിക മൃഗങ്ങളാണെങ്കിലും തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം രാജ്യത്വം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം. 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. യെസ്. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. സ്വർഗ്ഗത്തിൽ നടക്കുന്ന വയോധികൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഒരു സൈഡിൽ ഭൂമിയിലെ രാജാക്കന്മാർ വിചിത്രമായ മൃഗങ്ങളെ കാണിച്ച് പ്രവാചകനെ ദർശനത്തോടെ ദൈവം സംസാരിക്കുകയാണ്. യെസ്. ന്യായവിസ്താര സഭ ഇരുന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. നാം ആയിരിക്കുന്ന ഈ രാജ്യം ദൈവത്തിന്റെ രാജ്യം. അവിടെ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക വാഴ്ച. അതിന്റെ മുമ്പിൽ ഒരു രാജാവിനും, ഒരു പൈശാചിക രാജാവിനും, ഒരു മാനുഷിക രാജാവിനും, മാനുഷിക സിസ്റ്റത്തിനും, ഒരു മാനുഷിക ഓർഗനൈസേഷനും, ഒരു പ്രസിഡന്റിനും, ഒരു പ്രൈം മിനിസ്റ്ററിനും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. യഹോവയ്ക്കും ദൈവത്തിനും ദൈവത്തിന്റെ കുഞ്ഞാടിനും വിരോധമായി ഉയരുന്ന സകലതും അത് നശിച്ചു പോകും. അത് നിലനിൽക്കുവാൻ കഴിയുകയില്ല. രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ന്യായവിസ്താര സഭ വിളിച്ചു കൂട്ടുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. ന്യായവിധിയുടെ ആ പ്രവൃത്തിയെ ദൈവം തുറന്നു വിടുകയാണ്. 13-ാമത്തെ വാക്യം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട്. രാത്രിയിൽ ഞാൻ വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. ഞാൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. വർഷങ്ങൾ മുമ്പേ ഡാനിയേൽ ജീവിച്ചപ്പോൾ പ്രവാചകനോട്, ദർശനങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. ഭൂമിയിൽ അനേക രാജാക്കന്മാർ വരും, രാജ്യത്വം നടത്തും, കർത്തൃത്വം നടത്തും. അവൻ വരും, അവൻ പോകും, നിലനിൽക്കുകയില്ല. പക്ഷേ സ്തോത്രം, ഒരു മനുഷ്യപുത്രൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ പുത്രൻ വയോധികന്റെ അടുക്കലേക്ക് വരികയാണ്. അവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ദൂതന്മാർ തുറന്നു വിടുകയാണ്. 14-ാമത്തെ വാക്യം വീണ്ടും നമുക്കൊന്ന് വായിക്കാം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു.
അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. Hallelujah. And to him was given dominion. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. And to him, to whom Jesus was given dominion, glory and a kingdom, that all the peoples, nations and men of every language might serve him. He is an everlasting dominion which will not pass away, and his kingdom is one which will not be destroyed. It's an unshakable, ഇളകാത്ത കുലുങ്ങാത്ത ഒരു രാജ്യവും അവന്റെ ആധിപത്യം, dominion, somebody say the dominion, the kingdom dominion will never be overthrown. എന്നേക്കും നിലനിൽക്കുന്ന an everlasting dominion. 15ാമത്തെ വാക്യം. യെസ്. ദാനിയേൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ കണ്ട ദർശനങ്ങളാൽ ഞാൻ പരവശനായി തീർന്നു. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അവനോട് ഈ എല്ലാത്തിന്റെയും സാരം ചോദിച്ചു. I approached one of those who was standing there and began asking him the exact meaning of all this. So he told me and made known to me the interpretation of these things. നമ്മൾ എത്രമാത്രം ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഭൂമിയുടെ തലങ്ങളിൽ സുഖകരമായി ആ തലങ്ങളിൽ നമ്മുടെ യുക്തിയും ബുദ്ധിയും ലോജിക്കും ആ തലങ്ങളിലൊക്കെ ഒതുങ്ങിപ്പോയവരാണ്. 2026 പരിശുദ്ധാത്മാവ് നമ്മളെ ആ തലങ്ങളിൽ നിന്നൊക്കെ ഒരു ദൈവിക തലങ്ങളിലേക്ക്, ഒരു സ്വർഗീയ തലങ്ങളിലേക്ക്, into those heavenly realms, into the dimension of Bethel, സ്വർഗ്ഗം തുറക്കുന്നതും ദൈവം സംസാരിക്കുന്നതും ദർശനങ്ങളും. Oh yes, ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, we must leave the natural and step into the supernatural. We must leave the earthly and step into the spiritual. Amen. 17ാമത്തെ വാക്യം. Yes. ആ 4 മഹാമൃഗങ്ങൾ വ്യാഖ്യാനമാണ്. ദർശനത്തിൽ സ്വന്തം ഒരു ദൂതനായിരിക്കാം ദാനിയേലിന് പറഞ്ഞു കൊടുത്ത അർത്ഥമാണ്. Yes. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. ഭൂമിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ദാനിയേൽ സ്വപ്നം കാണുകയാണ്, ദർശനങ്ങൾ കാണുകയാണ്, വരുവാനുള്ള കാര്യങ്ങൾ അവസാനത്തെ ആദ്യം മുതൽ അറിയുന്ന ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുക. ദാനിയേലേ, ഈ 4 രാജാക്കന്മാർ വരും. ദൈവത്തിന് എല്ലാത്തിനും പ്ലാൻ ഉണ്ട്, ടൈം ടേബിൾ ഉണ്ട്. ദൈവം എല്ലാം തന്റെ ഒരു ടൈം, ദൈവം മുൻകൂട്ടി എല്ലാം അറിയുന്നു. അവസാനത്തെ ആദ്യം മുതൽ നിങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ്. പ്രവചനാത്മാവിൽ ദാനിയേലോട് പറയുക, these great beasts which are four kings which shall rise out of the earth. Yes. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, 18ാമത്തെ വാക്യം എഴുതിയിടണമേ, നിങ്ങളുടെ ലൈനിൽ അണ്ടർലൈൻ ചെയ്യണമേ. ഈ വാക്യത്തിലേക്ക് വരുവാനാണ് ഇത്രയും പറഞ്ഞത്. But the saints of the Most High shall take the kingdom and possess the kingdom forever, even forever and ever. മലയാളത്തിൽ വായിക്കാം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കും. So this night I declare and I decree that the saints of the Most High, ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാരാണെന്ന് ബോധ്യമുള്ളവർ അക്കരങ്ങളെ 2026 നിങ്ങൾ ഒതുങ്ങി പോകുകയില്ല. പൈശാചികൻ നിങ്ങളെ ഒരു ഫുട്ബോൾ തട്ടുന്ന പോലെ നിങ്ങളെ തട്ടി വേദനിപ്പിക്കുന്ന, വിഷമിക്കുന്ന, പീഡിപ്പിക്കുന്ന, നിങ്ങളെ സ്കാറ്റർ ചെയ്യുന്ന, ഒതുക്കി കളയുന്ന, no I declare and decree that the saints of the Most High shall take the kingdom. അത് രോഗമായിക്കോട്ടെ, ദുർമന്ത്രവാദമായിക്കോട്ടെ, ആവിചാര ശക്തികളായിക്കോട്ടെ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, സാമ്പത്തികമായ പിരിമുറുക്കങ്ങളായിക്കോട്ടെ. Somebody say, I will take the kingdom and we will possess the kingdom. Possess the kingdom even forever and ever. അതെ, ആ രാജ്യത്വം നൽകിയ ദൈവരാജ്യത്തിന്റെ പവറും അധികാരവും രാജ്യത്വം നൽകിയ ഒരു കൂട്ടമാണ് നാം. 2026 ആ 2 കരങ്ങളും ഉയർത്തി ഒതുങ്ങി പോകുവാനല്ല, വാലായി ജീവിതത്തിൽ ജീവിക്കുവാനല്ല, സാഹചര്യങ്ങളുടെ കീഴിൽ ഒതുങ്ങി പോകുവാൻ. നിങ്ങൾ കേട്ട വചനത്തോട് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമുണ്ടെങ്കിൽ, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ഈ സമഭൂമിയായി നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ the saints of the Most High shall take. ദൈവം ആ രാജ്യത്വം നൽകിയിരിക്കുകയാണ്, അധികാരം നൽകിയിരിക്കുകയാണ്, ആ പവർ നൽകിയിരിക്കുകയാണ്. ആ വാഴ്ച നടത്തുവാൻ നിങ്ങളെ ദൈവം റിക്രൂട്ട് ചെയ്തിരിക്കുക. ആ കരം ഒന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന രോഗമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളായിക്കോട്ടെ, ദേശത്തിൽ ഉള്ള വിഷയങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഏത് വിഷയമാണോ, ഏത് പ്രശ്നമാണോ നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായിരിക്കുന്നത്, ടുഡേ 2026 ആദ്യ സമയങ്ങളിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ പൈശാചിക രാജ്യങ്ങൾ, പൈശാചിക പ്രവർത്തികൾ, ദുരാത്മ പ്രവർത്തികൾ, രോഗാത്മാക്കൾ, രോഗശക്തികൾ, ശാപത്തിന്റെ കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ
something mighty, something powerful. അത് എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ ക്രൂരമായ വികൃതമായ പൈശാചിക പ്രഭുവാണെങ്കിലും, we are dismantling it in the name of Jesus. അതിനെ നിർവീര്യമാക്കുക. ഇന്ന് നാം കേട്ടതുപോലെ ഡയബറ്റീസിനെ നിർവീര്യമാക്കുന്ന, പ്രഷർ, ഹൈപ്പർ ടെൻഷനെ, ക്യാൻസറിനെ, പാരാലിസിസിനെ, മാരാരോഗങ്ങളെ, പൈശാചികൻ ഏതൊക്കെയാണോ പൊക്കി വെച്ചിരിക്കുന്നത് അതിനുമേൽ ആധിപത്യം എടുക്കുന്നത്. അത് ഏത് മാനസിക രോഗമാണെങ്കിലും, ഏത് മെന്റൽ ഡിസോർഡർ ആണെങ്കിലും, somebody say we take the kingdom, we possess the kingdom. ദൈവരാജ്യത്തിന്റെ വാഴ്ച നടത്തുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, 2026 ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിന് ഞങ്ങൾ വിധേയപ്പെടുന്നു. This is the year of the vow. ചിലതിനെ ആഴത്തിൽ അടിച്ചുറപ്പിക്കുന്ന, അത് ഇളക്കി കളയുവാൻ, കുലുക്കി കളയുവാൻ കഴിയാതെ പാറ പോലെ ഉറച്ചിരിക്കുന്ന ചില ദൈവിക വെളിപ്പാടുകളും ഉടമ്പടി ബന്ധങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളെ കൊണ്ടുവരുന്ന ഒരു വർഷമായി ഈ ആലയത്തിന്റെ, ഈ പെട്ടകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ടിരിക്കുന്ന സകലരെ ഞങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. We thank you, God, for the covenant relationships and the networks, and we say, oh God, ചതിക്കാത്തവർ, പുറയിൽ നിന്ന് കുത്താത്തവർ, വിട്ടുറയാത്തവർ, സ്വാർത്ഥം അന്വേഷിക്കാത്തവർ. We pray for those real, godly, covenantal, divine connections and relationships. അങ്ങയുടെ രാജ്യത്തെ കേരളത്തിലും ഭാരതത്തിലും രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പൈശാചിക പ്രഭുക്കന്മാരെയും അന്ധകാരത്തിന്റെ രാജ്യത്തെയും അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും അതിനെ ഡിസ്മാന്റിൽ ചെയ്യുവാൻ, കോട്ടകളെ തകർച്ചു കളയുന്ന ദൈവത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പക്വത പ്രാപിച്ച പുത്രന്മാരും പുത്രിമാരും ഒരു സൈന്യമായി ഒറ്റക്കെട്ടായി പുറത്തു വരുന്ന ഒരു വർഷമായി ഞങ്ങളെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ ഒരു വ്യക്തിക്ക് പോലും മുട്ടില്ലാത്തവരായി, ഒരു വ്യക്തിക്ക് മുട്ടുള്ളവരായി, ഒരു ബലഹീനനും ഒരു രോഗിയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു സ്പോട്ടായി, ഒരു ഗ്ലോറി സോണായി ഞങ്ങൾ ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നു, വിളംബരം ചെയ്യുന്നു. കുരുടർ കാണും, ചെകിടർ കേൾക്കും, ഊമൻ സംസാരിക്കും, മുടന്തർ നടക്കും, മരിച്ചവർ ഉയർക്കുന്ന ദൈവത്തിന്റെ മഹത്വം അസാധാരണമായി വെളിപ്പെടുന്ന ഒരു സ്ഥലമായി, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു സ്പോട്ടായി, ആഴമായ രൂപാന്തരങ്ങൾ, മനസ്സാന്തരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി, പാപത്തിലും ആസക്തികളും കുടുങ്ങിപ്പോയിരിക്കുന്നവർ ജീവിതത്തിന്റെ അവസാനത്തിൽ വന്ന് ഈ മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നവർ, മെഡിക്കൽ സയൻസിന് ചെയ്യുവാൻ കഴിയാത്ത മെഡിക്കലി ഇൻക്യൂറബിൾസ്, ദൈവരാജ്യത്തിന്റെ ശക്തിയും വാഴ്ചയും മഹത്വവും അധികാരവും വെളിപ്പെടുന്ന ഒരു സ്ഥലമായി, a place of open heavens, a place of unveiled glory, a place where God has put his throne. അതിനായി കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷന്മാരെ സമർപ്പിക്കുന്നു, കൂട്ടുപ്രവർത്തകരെ സമർപ്പിക്കുന്നു, ഈ സഭയുടെ എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ശുശ്രൂഷകളെ മാനിക്കുന്ന, ഹൃദയപ്രകാരം ഞങ്ങളോട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരെയും, ഞങ്ങളുടെ എല്ലാ പാർട്ട്നേഴ്സ്, ലോകരാജ്യങ്ങളിൽ അവിടെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഈ ദൈവപ്രവർത്തിക്ക് കൈത്താങ്ങൽ നൽകുന്നവർ, ഞങ്ങളെ പ്രോത്സാഹിക്കുന്നവർ, ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്കും മിഷൻസിനു വേണ്ടി ഔദാര്യമായി ഈ ഭവനത്തിൽ വിധിക്കുന്നവർ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. 2026 ഞാൻ പ്രവചിക്കുന്നു, this will be a great unusual year for you. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ വൻ പ്രവൃത്തികൾ കാണും. പൈശാചികൻ നിങ്ങളുടെ കാൽ കീഴിൽ വരുന്ന പോലെ, നിങ്ങളുടെ കൈകളിൽ ആധിപത്യവും നിങ്ങളുടെ കാൽ കീഴിൽ ദൈവസകലത്തെയും ആക്കി വച്ചിരിക്കുന്ന ആ ദൈവിക യാഥാർത്ഥ്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് നടക്കുവാൻ. സോ സ്റ്റേ കണക്റ്റഡ്. ഇവിടെ പറയുന്ന ദൈവത്തോട് നിങ്ങൾ ചെവി കൊടുക്കുക, നിങ്ങളുടെ ലൈഫിനെ ക്രമീകരിക്കുക. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ഈ വലിയ കൊയ്ത്തിന് വേണ്ടി, for this great harvest, for the great advancement of God's kingdom, for this great expansion of God's kingdom, for great kingdom exploits, ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു, നന്ദി പറയുന്നു. We are so thankful. ജീവനോട് ഞങ്ങളെ നിലനിർത്തിയല്ലോ, ഞങ്ങൾക്കൊരു അവസരം കർത്താവ് തന്നല്ലോ. കർത്താവേ, കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, ബ്ലെസ് ചെയ്യും. ഒന്നിലും കുറവില്ലാത്തവരായി കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതമായി, അതിശയമായി നിങ്ങളെ കാണുന്നവർ, let them be wonderstruck. ഇത് എങ്ങനെ സംഭവിച്ചു? I bless you in Jesus name. Amen. Amen. ആ കരം അടിച്ച് നമുക്ക് ദൈവത്തെ